നമസ്കാരം. മേജർ ആർച്ച് ബിഷപ്പ് തട്ടൽ പിതാവ് ഇന്ന് കാണിച്ചത് സഭയുടെ അന്തസ്സിന് ചേരുന്ന പണിയല്ല, സഭയുടെ കൂട്ടായ്മയ്ക്കും ചേർന്ന പണിയല്ല. ഒരുത്തനും അവന്റെ അപ്പനും കൂടി കൂട്ടത്തിലുള്ള ഒരു വന്യപിതാവിനെ വയറു നിറച്ച് തന്തയ്ക്ക് വിളിച്ച് അർമാദിച്ചത്, അത് ഇനി എന്താണെന്ന് പറഞ്ഞാലും കല്ലറങ്ങാട്ട് പിതാവ് അന്തസ്സായി മറുപടി കൊടുത്തു. കല്ലറങ്ങാട്ട് പിതാവ് എന്തു പറഞ്ഞാലും ഞങ്ങൾക്കത് വിഷയമല്ലെന്നും ഞങ്ങൾക്ക് അതിലും മുകളിലാണ് പിടിയെന്നും കാണിക്കാനാണ് നേരെ തട്ടൽ പിതാവിൻ്റെ അടുത്തേക്ക് ഓടിയത്. തട്ടൽ പിതാവിനോടുള്ള മുഴുവൻ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടും തന്നെ പറയട്ടെ, ഈ കാണിച്ചത് ശരിയായില്ല, ശുദ്ധ അസംബന്ധമാണ്. അത് വിശ്വാസികളോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയാണ്. ഇവനെ ഇത്ര അടിയന്തരമായി കണ്ട് ചർച്ച ചെയ്യേണ്ട എന്ത് വിഷയമാണ് തട്ടൽ പിതാവിനുള്ളത്? കൂടെയുള്ള ഒരു മേൽപ്പട്ടക്കാരനെ തെറി വിളിച്ച് നാവ് അകത്തേക്കിട്ടില്ല. അതിനു മുൻപ് ഈ കാണിച്ചത് വിശ്വാസികൾ പൊറുക്കില്ല പിതാവേ. എത്ര അടിയന്തര കാര്യമായിരുന്നുവെങ്കിലും ഇന്നത്തെ ദിവസം അവനെ കണ്ട് സംസാരിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. വേണ്ടാസനത്ത് കോപ്പിട്ട് വന്നാൽ രണ്ടില്ല പക്ഷം മഹാദേവ ശംഭു എന്ന് കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞതാണ് ശരി. ക്ഷമിക്കേണ്ടവനോടെ ക്ഷമിക്കാവൂ. പോയ കോടാലികൾക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കേണ്ടത് തന്നെയാണ്. വൈദികരെയോ വൈദിക ശ്രേഷ്ഠരെയോ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ പറയില്ല, പക്ഷേ ആരെയും അപമാനിക്കരുത്, അത്രേ പറയാനുള്ളൂ. ഇനിയും മറ്റു മെത്രാസന മന്ദിരങ്ങളിലേക്ക് ഓടിക്കയറാനുള്ള തന്ത്രമാണ്, അതിനുള്ള നീക്കമാണ് ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെത്രാന്മാരെ വയറു നിറച്ച് തെറി വിളിച്ചിട്ട് അവരുടെ കാല് പിടിക്കാൻ പോയാൽ അവർ അംഗീകരിച്ചു കൊടുത്തോളുമെന്ന തെറ്റായ സന്ദേശമാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ഇത് തട്ടൽ പിതാവിന് ഒഴിവാക്കാമായിരുന്നു. നിരവധി പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും പലതവണ വന്ന പാലായിൽ BJP പ്രധാനമന്ത്രിയോ മറ്റു മന്ത്രിമാരെയോ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിക്കുവാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും നാട്ടിലെ ജനസമ്മതി കണ്ടറിഞ്ഞ ഒറ്റ കേന്ദ്ര നേതാവും തിരിഞ്ഞുപോലും നോക്കാത്തവനെ പോലെയുള്ളവന് ആസനം താങ്ങാൻ ഇടം കൊടുക്കുന്നത് എന്ത് ധാർമ്മികതയുടെ പേരിലാണ് പിതാവേ? ചാനലുകളെ വിളിച്ചു നിർത്തി വാർത്തകളിൽ ഇടം തേടുന്നതിന് ചില കോപ്രായങ്ങൾ കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കുടപിടിക്കുവാൻ തിരുപ്പട്ടക്കാർ കൂട്ടുനിൽക്കുന്നു. സാധാരണ വിശ്വാസികളെ പരിഹസിക്കുന്ന നടപടിയാണത്. 10 പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ സത്യവിശ്വാസി വന്നാൽ തട്ടൽ പിതാവ് തട്ടുകൊടുത്തേ വിടും. ഇവന്മാരെ പോലെയുള്ളവനെ വിളിച്ചു കയറ്റി സൽക്കരിക്കും. ഏതായാലും തട്ടൽ പിതാവ് ഷോൺ ജോർജിന് വിരുന്ന് നൽകിയത് ശരിയായില്ല. തെറ്റായ വ്യാഖ്യാനങ്ങൾ സഭാമക്കളുടെ ഉള്ളിൽ വിതറുവാൻ മാത്രമേ അത് ഉപകരിക്കൂ, ഒരു സംശയവും വേണ്ട. സഹമെത്രാന്മാരെ ചീത്ത വിളിക്കുന്നവന്മാരെ ചുമന്ന പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ മേലാത്ത കാര്യമാണ്. അതും തട്ടൽ പിതാവിന്. ഷോണും തട്ടൽ പിതാവും തമ്മിൽ നടത്തിയ രഹസ്യ ചർച്ച എന്താണ്, അത് പരസ്യമാക്കാൻ പിതാവ് തയ്യാറാകണം. അല്ലാത്ത പക്ഷം സഭയ്ക്കെതിരെ നടക്കുന്ന ഏതെങ്കിലും ഗൂഢാലോചനയാണെന്ന് സഭാമക്കൾ തെറ്റിദ്ധരിച്ചാൽ അതിനുത്തരം പറയേണ്ടി വരുന്നതും തട്ടൽ പിതാവ് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനാധിപത്യ അവകാശങ്ങളുള്ള ഒരു വ്യക്തി തൻ്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ തന്നോടൊപ്പം ജോലി ചെയ്യുന്നവരോട്, അതുമല്ലെങ്കിൽ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാകാം. ഈ അപ്പനും മകനും പോകുന്ന വഴിയെ പോകാനുള്ളതല്ല സഭയുടെ കീഴ്വഴക്കങ്ങൾ. അവരിന്ന് LDFിലാണെങ്കിൽ നാളെ UDFിലാണ്, മറ്റന്നാൾ സ്വന്തം പാർട്ടിയിലാണ്, പിന്നെ സുഡാപ്പിയിലാണ്. ഒടുവിൽ സുഡാപ്പിക്കാർ കൈകാര്യം ചെയ്യുമെന്ന് വന്നപ്പോഴാണ് BJPയിൽ അഭയം പ്രാപിച്ചത്. ഇത് നമ്മൾ കണ്ടതാ. കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം അഭിപ്രായം മാറുന്നവൻ്റെ അഭിപ്രായം കേട്ട് നടക്കാൻ തട്ടൽ പിതാവിന് നാണമില്ലേ? ഇന്നല്ലാതെ 2 ദിവസം കഴിഞ്ഞ് ഇവന് പറയാനുള്ളത് മുഴുവൻ കേട്ടിരുന്നുവെങ്കിൽ സഹമെത്രാന്മാരുടെ അന്തസ്സുയർന്നേനെ. എന്തു തന്നെ തെറ്റ് ചെയ്താലും അതിനെതിരെ പ്രതികരിക്കുന്നതിന് മാന്യമായ ഭാഷ ഉപയോഗിക്കണം.
മാന്യത വിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നത് തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ തോൽവി സമ്മതിച്ച് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ വിളിച്ചു പറയുന്ന ഒരുവനെ കാത്തിരുന്ന് കാണുവാൻ മാത്രം എന്ത് പ്രാധാന്യമാണ് തട്ടിൽ പിതാവ് ഇതിൽ കണ്ടത്? ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ അവൻ്റെ ജീവിത പ്രശ്നവുമായി തട്ടിൽ പിതാവിനെ കാണാൻ ചെന്നാൽ എത്ര പ്രാവശ്യം അവൻ ശയനപ്രദക്ഷിണം നടത്തേണ്ടി വരും? പിതാവേ, 1980കളുടെ അവസാനത്തിൽ പൂഞ്ഞാറിൽ മത്സരിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ പറ്റി ആരോ അവിടുത്തെ ചുമരിൽ എഴുതിയ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: നാറിയവനെ ചുമന്നാൽ ചുമന്നവന് നാറും. പിതാവിനെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.